നമസ്കാരം, ഞാൻ ഡോക്ടർ സനം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്, ഹാർട്ട് അറ്റാക്ക്. ഈ വിവരം, അതായത് ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുന്നേ ചില ലക്ഷണങ്ങൾ ശരീരം നമ്മൾക്ക് നൽകാറുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിഞ്ഞാൽ കൃത്യമായ ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സമയോചിതമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനും നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളിൽ തടസ്സം നേരിട്ടാൽ ഹൃദയപേശികളിലേക്ക് ഓക്സിജൻ കൃത്യമായി എത്തുന്നത് ഇത് കുറക്കുന്നതിന് കാരണമാകുന്നു. ഇതാണ് ഹാർട്ട് അറ്റാക്ക്. ഇത്തരം ആൾക്കാരിൽ നെഞ്ചിൻ്റെ മധ്യഭാഗത്ത് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാവുക, എന്തോ ഒരു ഭാരമൊക്കെ എടുത്തു വെച്ച പോലുള്ള ഫീലിംഗ്. കൂടെ തന്നെ ഈ വേദന ഇടതുവശത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു. കൈയിലേക്കോ അല്ലെങ്കിൽ കഴുത്തിലേക്കോ താടിയിലേക്കോ അല്ലെങ്കിൽ പുറകുവശത്തൊക്കെ ഈ വേദന റേഡിയേറ്റ് ചെയ്യാം. ശ്വാസതടസ്സം, വിയർക്കൽ, ചില ആൾക്കാർക്ക് അസഹനീയമായിട്ടുള്ള ക്ഷീണം, ഛർദി എന്നിവയൊക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും സ്ത്രീകൾ, പ്രായമായവർ, പ്രമേഹ രോഗികൾ എന്നിവർക്കൊക്കെ ഇത്തരം ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ച് ചില ആൾക്കാർക്ക് നെഞ്ചുവേദന ഇല്ലാതെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം ലക്ഷണങ്ങൾ 5 മിനിറ്റിൽ കൂടുതൽ തുടരുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ ആംബുലൻസിനെ വിളിക്കുക. കൂടെ തന്നെ ഈ ആശുപത്രിയിലുള്ള എമർജൻസി കെയർ യൂണിറ്റിലേക്ക് പെട്ടെന്ന് പുറപ്പെടുക. സ്വന്തമായി വാഹനം ഓടിക്കരുത്. കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എത്രത്തോളം നിങ്ങൾ വൈകുന്നതോ അത് ഹൃദയപേശികൾക്ക് കൂടുതൽ തകരാറുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പുകവലിക്കാർ പുകവലി നിർത്തുക. കൃത്യമായി പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലായിരിക്കണം. കൂടെ തന്നെ കൃത്യമായിട്ടുള്ള ഭക്ഷണം, വെള്ളം, ഉറക്കം, കൃത്യമായ രീതിയിലുള്ള വ്യായാമം, കൃത്യമായി നിങ്ങളുടെ രക്തപരിശോധന റുട്ടീനായി നടത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആരോഗ്യ വിവരങ്ങൾക്ക് ഫോളോ ചെയ്യുക.